മലയിൽ ആൽവിൻ എത്തിയിട്ടുണ്ട്. ആൽവിൻ, എന്താ ആൽവിൻ അവിടുത്തെ സാഹചര്യം? സേതു, നമ്മൾ ഇപ്പോൾ ഉള്ള പ്രദേശമാണ് ഈ അടൂർമല തൊടുപുഴ കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർ മേഖല. നമുക്ക് തലയ്ക്ക് മുകളിൽ കാണുന്ന പോലെ ഏതാണ്ട് വലിയ കിഴക്കൻ തൂക്കായ ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്താണ് പുലർച്ചെ 2:30 മണിയോടുകൂടി ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഈ പ്രദേശത്ത് വലിയ തോതിൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്തു തുടങ്ങിയിരുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട മഴയാണ്, ശക്തമായ മഴയാണ് ഉണ്ടായത്. പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ അടൂർമല മേഖലയിലെ ഒരു വീട്, ഇതിന് തൊട്ട് മുമ്പേ മുകളിൽ നമ്മൾ കാണുന്ന പോലെ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീടാണ് പൂർണ്ണമായും തകർന്നത്. മഷിക്കല്ലിൽ സുമതി എന്ന ആളാണ് ഇവിടെ മരിച്ചത്. സുമതിയുടെ മൃതദേഹം ഇവിടെ നിന്നാണ് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് കണ്ടെത്തുകയും ചെയ്തത്. സുമതിയുടെ ഭർത്താവ് രവി, അതോടൊപ്പം തന്നെ മകൻ രതീഷും രക്ഷപ്പെട്ടു. അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. രതീഷ് മണ്ണിനടിയിൽ പെടുകയായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കമുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് രതീഷിനെ രക്ഷിക്കാനായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രവി പെട്ടെന്ന് ഈ ഉരുൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഓടി മറയുകയും ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പലരും ഇവിടെ ഉണ്ട്. ചേട്ടാ, താഴെയുള്ള ആൾക്കാരാണ്. ഇവിടെ നമുക്ക് കാണുന്ന പോലെ വലിയ കിഴക്കാൻ തൂക്കായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ആണ് ഈ തൊട്ട് താഴെ നമുക്ക് ചെയ്തു കാണാവുന്ന പോലെ ഒരു വീട് ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ ഉരുളടിച്ച് പോയ ഉരുളൻ കല്ലൊക്കെ അവിടെ വന്നിരിക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഈ അപകടകരമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട് അവിടെ, അല്ലേ? അതെ, വലിയ ഒരു ഉരുൾപൊട്ടലായിരുന്നു. സ്വാഭാവികമായും പുലർകാലത്തുണ്ടായ ഒരു ഉരുൾപൊട്ടലാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആളുകളൊക്കെയും വീതിയോടെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്കിപ്പോൾ കാണുന്നത് പോലെ ഈ വീടിന് തൊട്ടപ്പുറത്ത് മുകളിലായിട്ടുള്ളൊരു വീടാണ് നാശം സംഭവിച്ചത്. ഇവിടെയും വീട്ടുകാരുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചു എന്നുള്ളത്. ചേട്ടാ, പുലർച്ചെ എത്ര മണി? 2:30 ആയിരുന്നു അല്ലേ? 2 മണി. ഒരു 11:30 മുതൽ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു മഴയുടെ കാഠിന്യം കൊണ്ട്. അത് വരുമ്പോഴത്തേനും ഒരു 1 മണി ആയപ്പോഴത്തേനും അയൽക്കാരൻ വിളിക്കുന്നു, മരുമകൻ്റെ ഫോണിലിട്ട് വിളിച്ചു. മുകളിലത്തെ രവിയുടെ വീട് ഇടിഞ്ഞ് അപകടത്തിലെ അവസ്ഥയിലാണ്. വലിയ ശബ്ദത്തിലായിരുന്നു. വരണമെന്നും പറഞ്ഞു. ഭയങ്കര ശബ്ദത്തിലാണ് വന്നത്. ഭയങ്കര ഏതാണ്ട് കടലിളവ് വരുന്ന പോലത്തെ ശബ്ദമായിരുന്നു. ആദ്യം ഒരു ചെറിയ ശബ്ദം കേട്ടു. ഇവിടെ ശബ്ദം മാത്രം കേട്ടു. ഒരു സ്ഫോടനം പോലെയായിരുന്നു. ഓർക്കാൻ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടെല്ലാം മൊത്തം പോയെന്നുള്ള രീതിയിലായിരുന്നു. കറണ്ടും പോയി. ഇവിടെ പിള്ളേരെ പിന്നെ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു വെള്ളം. അതെ. അവരെ പിന്നെ ഞാൻ വേറെ ജ്യോതിഷ് ഒരു പയ്യനെ വിളിച്ച് അവനെ കൺഫേം ചെയ്തു. ഫോൺ കിട്ടണ്ടേ? അങ്ങനെ പുള്ളി വിളിച്ച് 2 ആൾക്കാരെ ഏർപ്പാടാക്കി അവർ മേളിൽ ചെന്ന്. അപ്പോൾ പിന്നെ സ്ലാവിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു ആ പയ്യനെ. അപ്പോൾ അവൻ്റെ രക്ഷപ്പെടുത്തിയ ആള് രതീഷ് അല്ലേ? മകനല്ലേ? അല്ല, അവൻ രതീഷ് അവൻ്റെ പേര്. മകനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു അല്ലേ? ഇല്ല, അവിടെ ആദ്യം ഓടിപ്പോയത് അവിടെ ജമനീഷും രാഹുൽ എന്ന് പറഞ്ഞ അവരാ ഓടിപ്പോയത്. വില്ലേജ് പുള്ളി അവരെ മണ്ണിനടിയിലായി പോയിരുന്നു. പുള്ളി സ്ലാവിൻ്റെ അടിയിൽ അപ്പോഴൊരു കൈ മാത്രം പൊങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് വലിച്ച് എടുത്ത്. അപ്പോൾ ഒരു നെറ്റി കയ്യെ തലം മുറിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സുമതിയുടെ ഭർത്താവ് ഓടി രക്ഷപ്പെടുമായിരുന്നു. പുള്ളി അവർ ആദ്യമേ വന്നപ്പം വലിയ കുഴപ്പമില്ല, വിളിച്ചെന്ന് പറഞ്ഞപ്പം ഇവർ മകനെ വിളിച്ചപ്പം പുള്ളി എഴിച്ചില്ല. അങ്ങനെ ഇരുന്നു. അപ്പം അടുത്ത വെള്ളം വന്ന് ചാടി ഇങ്ങനെ പോകുന്നു. അപ്പം പുള്ളിക്കാരൻ ഓടി. അപ്പോഴും ചേച്ചി ചേച്ചിയുടെ കയ്യെ പിടിച്ചോണ്ട് ഓടിയപ്പം ചേട്ടൻ തെറിച്ചു പോയി. അന്നേരം ചേച്ചിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ചേച്ചി അന്നേരം ഈ മണ്ണിനടിയിൽ ആയിപ്പോയി. ഈ ഭാഗത്താണ് വന്ന് കിടന്നത്. രക്ഷപ്പെടുത്താൻ നോക്കിയെന്നാണ് പറഞ്ഞത്. ഈ വെള്ളം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ആ സന്ദർഭം ഓർത്തെടുക്കാൻ നമുക്ക് പറയാം. ആ സുമതിയുടെ കൈ പിടിച്ച് ഓടാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയാണ് സുമതി ഈ വെള്ളത്തിനടിയിലേക്ക് ഉരുളിനടിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവർ പറയുന്നത്. ഭർത്താവ് രവിയാണ് കൈ പിടിച്ച് ഓടിയത്. മകൻ രതീഷ് മണ്ണിനടിയിൽ പെടുകയും രതീഷിനെ പിന്നീട് അവിടെ നിന്ന് ആളുകൾ രക്ഷിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ കണ്ടെന്നവർ പറഞ്ഞത്.
അവർ സ്ലാബിനടിയിൽ നിന്നാണ് രതീഷിനെ രക്ഷപ്പെടുത്തിയെടുത്തത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു കിഴക്കാൻ തൂക്കായ ഒരു പ്രദേശമാണ്. കുടയത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ഈ പ്രദേശം. അടൂർ മല എന്ന പ്രദേശമാണ്. നമുക്കറിയാവുന്ന വലിയ കിഴക്കാൻ തൂക്കായ മുകളിൽ നിന്ന് ഉരുള് പൊട്ടി ഏതാണ്ട് താഴേക്ക് പതിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ അടി താഴേക്ക് പോകുന്നിട്ടുണ്ട്. വലിയ ഉരുളൻ കല്ലുകൾ, വലിയ മരങ്ങൾ അടക്കം കടപുഴകിയാണ് ഈ താഴേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കാഴ്ചയിൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇവിടെ നിന്നും സുമതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. നമുക്ക് കാണാവുന്നതുപോലെ താഴേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അക്ഷയ ഒരു പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫ്രെയിം വെച്ചാൽ കൂടുതൽ അതിൻ്റെ ഒരു വ്യക്തത വരികയുണ്ടാവും. മുകളിലേക്ക് ഏറ്റവും നമുക്ക് കാണുന്ന പോലെ ഏറ്റവും മുകളിൽ നിന്നാണ്, ഇതൊരു റോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു റോഡാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ റോഡിലാണ് ഇത്രത്തോളം പാറക്കല്ലും അടക്കം വന്ന് വീണിരിക്കുന്നത്. ആ റോഡിലേക്ക് ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? ഞാൻ തൊട്ട് താഴെയുള്ള കാഞ്ഞാറ്. എപ്പോഴാണ് അറിഞ്ഞേ? 4 മണിയായപ്പോൾ 2:30 കണ്ട് സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. അതാണ് ഈ പലരും താഴെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ വന്ന് കാണുന്നത്. വലിയൊരു ഉരുൾപൊട്ടൽ എന്ന നിലയിലാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തം. ഇപ്പോഴും ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പക്ഷേ ഉരുൾ പൊട്ടാൻ കാര്യം കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മുകളിലുള്ള വലിയ പാറക്കല്ലുകളും മരങ്ങളും അടക്കം താഴേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ ഒന്ന് മാറി താമസിക്കണം എന്നുള്ളത് അവിടെ നിന്നുള്ള ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അവരെ പലരും അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടുമുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ കൃഷിയിടങ്ങൾ ഉള്ള സ്ഥലമാണ്. ജാതിയും തെങ്ങും ഒക്കെയുള്ള കപ്പയും ഒക്കെയുള്ള കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഏരിയയിൽ നിന്ന് പലരും വർഷങ്ങളായി കുടിയേറി പാർത്തവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവരെപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് ഇതുവഴി ഒരു വഴിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ ഈ കാണുന്നത് ഒരു വഴിയാണ്. ആ വഴിയിൽ ദുർഘടമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് കാര്യം. പുലർച്ചെ 2:30 മണിക്ക് ഈ സംഭവം ഉണ്ടായെങ്കിൽ ആ ഉണ്ടായ സമയത്ത് ഇവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട് വലിയ പ്രയാസം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. നമ്മൾ നിൽക്കുന്നത് ഒരു വഴിയാണ്. നമുക്ക് കാഴ്ചയിൽ അത് വഴിയായി തോന്നില്ല എങ്കിൽ പോലും വലിയ മേളിൽ നിന്ന് ഉരുള് പൊട്ടി വന്ന് ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ വലിയ തോതിലുള്ള ഫോഴ്സിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് ഈ വഴി അവർക്ക് ഇവിടെയൊക്കെ താമസക്കാരുള്ള സ്ഥലമാണ്. ഇവിടേക്കുള്ള വഴി ശരിയാക്കി തരണമെന്നുള്ള ആവശ്യമൊക്കെ നേരത്തെ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകുമായിരുന്നു. നമുക്ക് ഈ സമയത്ത് അത് പറയുന്നതിൽ അർത്ഥമില്ല എന്നറിയാമെങ്കിൽ പോലും ഈ വഴിയൊക്കെ കുറച്ചുകൂടി നന്നായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ സമയത്ത് തന്നെ ഇവിടത്തേക്ക് JCB അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ആ സമയത്ത് തന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു. വഴി മികച്ചതായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെയെങ്കിലും മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ളതാണ് അവരുടെ പരാതിയായി ഈ ഘട്ടത്തിൽ അവർ പറയുന്നത്. നമുക്ക് അവരെ ചെവിക്കൊള്ളേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രകൃതി ദുരന്തമൊന്നും ആരും പ്രതീക്ഷിച്ചോ നിലച്ചിട്ടോ ഉള്ള സമയത്തല്ല ഉണ്ടാവുക. സ്വാഭാവികമായും അത് ശക്തമായ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം. ഇത് ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമല്ല അതിന് മുന്നോടിയായി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ ശ്രദ്ധാപൂർവ്വം ഇടപെടാൻ കഴിയുള്ളൂ, കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുള്ളൂ. എങ്കിലും ഒരു 2 പേരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഇത് കൂടാതെ മറ്റിടങ്ങളിലെ സ്ഥിതി പറയുകയാണെങ്കിൽ വാഗമൺ കോലാഹലമേട്ടിലാണ് മറ്റൊരു മണ്ണിടിച്ചിലുണ്ടായി. ഒരു വീടിനുള്ളിലേക്ക് ഒരാൾ മണ്ണിനടിയിൽ പെട്ടിട്ടുള്ളത്. അത് വൈക്കം സ്വദേശിയായ ആളാണ്. അദ്ദേഹം മകളുടെ വീട്ടിൽ വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.